എല്ലാവർക്കും സുബിനാസ് ലേണിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ പോർഷൻ പഠിച്ച് കഴിഞ്ഞായിരുന്നു. മൈ ഹോം എന്നുള്ള പോർഷൻ പഠിച്ച് കഴിഞ്ഞായിരുന്നു. അതിൻ്റെ ബാക്കി നമ്മൾ പഠിച്ച് കഴിഞ്ഞായിരുന്നു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി റിവേഴ്സ് ചെയ്ത് കേട്ട് നോക്കുക. ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ സൈഡിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ലാസ്റ്റ് പറയാം. ഇതല്ലായിരുന്നോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഈ പോർഷൻ? ഓക്കെ, നമുക്കിനി മേക്കിംഗ് എ ഷവർ എന്നുള്ള പാഠം പഠിക്കാം. ഇറ്റ് വാസ് ആൻ ഈവനിങ് ആഫ്റ്റർ എ ഹെവി റെയിൻ. ഗ്രാൻഡ് ഫാദർ വാസ് പിക്കിംഗ് flowers from the jasmine bush under the sandalwood tree. The leaves of the tree were full of raindrops. I knew I could make rain if I shook the tree. And grandfather and I would get a good shower. I liked bathing in the rain, but he might not like it. But it would be great fun. So I quickly went near the sandalwood tree and I shook it with all my strength. There was a heavy shower and both grandfather and I were soaked. I loved it, but grandfather did not. He turned to me with an angry look. I was sure he would catch me and beat me, so I ran. He ran after me. I ran fast, but he ran faster. He had almost caught me when he stumbled and fell. I ran to the paddy fields and hid myself there. I heard grandfather shout that he would teach me a lesson when I came back home. ഓക്കെ, നമുക്ക് അതിൻ്റെ അർത്ഥം നോക്കാം. എന്താണ് ഇറ്റ് വാസ് ഈവനിങ് ടൈമിൽ റെയിൻ, മഴയുള്ള ദിവസമാണ്. ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്യുന്നു? ഫ്ലവർ ജാസ്മിൻ ബുഷ്, സാൻഡൽവുഡ് ട്രീ എന്ന് വെച്ചാൽ അണ്ടർ ദി സാൻഡൽവുഡ് ട്രീ എന്ന് വെച്ചാൽ ചന്ദനമരം എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ് ഇതൊക്കെ ഗ്രാൻഡ് ഫാദർ പിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ ലീവ്സ് ഓഫ് ദി ട്രീ വെയർ ഫുൾ ഓഫ് റെയിൻ ഡ്രോപ്സ്. ഇലകളിലൊക്കെ എന്ത് ചെയ്യുന്നു? റെയിൻ ഡ്രോപ്സ്, മഴത്തുള്ളികൾ നിറഞ്ഞു നിൽക്കുന്നു. I knew I could make rain if I shook the tree and grandfather and I would get a good shower. രാജ എന്ത് ചെയ്തു? നല്ല ഒരു ഗുഡ് ഷവർ ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നത്. ഐ ലൈക്ഡ് ബാത്തിങ് ഇൻ ദ റെയിൻ. പക്ഷേ രാജയ്ക്ക് എന്താണ്? റെയിനിൽ ബാത്ത് ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ്. മഴയത്ത് കുളിക്കുന്നത് വളരെ ഇഷ്ടമാണ്. പക്ഷേ ഗ്രാൻഡ് ഫാദറിന് എന്തായിരുന്നു? ഇഷ്ടമല്ലായിരുന്നു. അതൊരു നല്ലൊരു കാര്യമാണ്. മഴയത്ത് കുളിക്കുന്നത് ഒരു ഗ്രേറ്റ് ഫണ്ണി ആയിട്ടുള്ള കാര്യമാണ്. Sandalwood tree shook with all my strength. Heavy shower and both grandfather and I were soaked. I loved it, but grandfather did not. എന്ത് ചെയ്തു? ഈ രാജ മരം എന്ത് ചെയ്തു? മരം കുലുക്കിയപ്പോൾ എന്ത് ചെയ്തു? ഗ്രാൻഡ് ഫാദറിൻ്റെ ദേഹത്ത് മഴത്തുള്ളികൾ വീണു. ഗ്രാൻഡ് ഫാദറിന് ഇഷ്ടമല്ലല്ലോ മഴയത്ത് കുളിക്കുന്നത്. അപ്പോൾ ആ ഇലകളിൽ നിറഞ്ഞു നിന്നിരുന്ന മഴത്തുള്ളികൾ എന്ത് ചെയ്തു? ഗ്രാൻഡ് ഫാദറിൻ്റെ ദേഹത്ത് തെറിച്ചു. പക്ഷേ രാജയ്ക്ക് അത് എൻജോയ് ആയിട്ടാണ് തോന്നിയത്. പക്ഷേ ഗ്രാൻഡ് ഫാദറിന് ഇഷ്ടപ്പെട്ടില്ല. ഹീ ടേൺ ടു മീ വിത്ത് ആൻ ആംഗ്രി ലുക്ക്. എന്ത് ചെയ്തു? ഗ്രാൻഡ് ഫാദർ രാജേനെ ദേഷ്യത്തോടെ നോക്കി. ആംഗ്രി ലുക്ക്, ദേഷ്യത്തോടെ നോക്കി. ഐ വാസ് ഷുവർ ഹി വുഡ് ക്യാച്ച് മീ ആൻഡ് ബീറ്റ് മീ. എനിക്ക് തീർച്ചയായും അറിയാം എന്ത് ചെയ്യും? ഗ്രാൻഡ് ഫാദർ എന്നെ പിടിച്ച് അടിക്കും എന്നെ. അതുകൊണ്ട് ഞാൻ ഓടി. രാജ എന്ത് ചെയ്തു? ഓടി. ഹീ റാൻ ആഫ്റ്റർ മീ. രാജ ഓടി. ബട്ട് ഹീ റാൻ ഫാസ്റ്റർ. ഗ്രാൻഡ് ഫാദറും ഒരുപാട് ഫാസ്റ്റിലായിട്ട് ഓടി. ഹീ ഹാഡ് ആൾമോസ്റ്റ് കോട്ട് മീ വെൻ ഹീ സ്റ്റംബിൾ ആൻഡ് ഫെൽ. I ran to the paddy field and hid myself there. I heard grandfather shout that he would teach me a lesson when I came back home. Grandfather എന്ത് ചെയ്തു? ഞാൻ നിന്നെ ഒരു പാഠം പഠിപ്പിക്കും എന്ന് പറഞ്ഞു. രാജ വീട്ടിൽ തിരിച്ചു വരില്ല എന്ന് തന്നെ ഉറപ്പിച്ചു. അപ്പോൾ ബാക്കി പോർഷൻ നോക്കാം. I did not want to go home because I feared grandfather would beat me. I stayed on in the fields. It was getting dark.
I was afraid to stay there alone in the darkness. I remembered all the ghost stories I had heard. I stood up, looked around, and then ran towards home. I was still afraid to face grandfather, so I did not go inside the house. I went to the cowshed and took shelter in the loft. From there, I could see the grandfather sitting on the veranda saying his prayers. Grandmother was waiting for me. When I did not turn up, she looked for me everywhere in the house. Then she came out and called aloud for me, thinking that I was somewhere in the garden. She did not get any answer. Then she went to the grandfather and asked him where I was. You look for me. For him in the house. Grandfather said, he is hiding somewhere. He is not in the house. Grandmother said, I looked for him everywhere. അപ്പോൾ എന്ത് ചെയ്തു? രാജ ഓടിക്കളഞ്ഞു. ഗ്രാൻഡ് ഫാദർ അടിക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഓടിക്കളഞ്ഞു. എന്തത്? ഗ്രാൻഡ് ഫാദർ എല്ലായിടത്തും നോക്കി, പാഡി ഫീൽഡിൻ്റെയൊക്കെ അടുത്ത് നോക്കി. അപ്പോൾ എന്ത് ചെയ്തു? ഗ്രാൻഡ് ഫാദറിൻ്റെ മുഖം ഇരുന്നത് ബീറ്റ് ചെയ്യും, അടിക്കുമെന്നുള്ള രീതിയിലാണ് ഇരുന്നത്. ആംഗ്രി ആയിട്ടാണ് ഇരുന്നത്. നേരം ഇരുട്ടി, രാത്രിയായി. അപ്പോൾ അവൻ കൗഷെഡിൻ്റെ അകത്തിരിക്കുകയാണ്. കൗഷെഡിൻ്റെ അകത്തിരുന്ന് എന്ത് ചെയ്തു? അവൻ ഒരുപാട് പേടിച്ചു. ഗോസ്റ്റ് സ്റ്റോറീസ് അവൻ എന്ത് ചെയ്തു? ഓർമ്മിച്ചു. I could see grandfather sitting on the veranda saying his prayers. എനിക്ക് തോന്നുന്നു ഗ്രാൻഡ് ഫാദർ അവിടെ ഇരുന്ന് വരാന്തയിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരിക്കുമെന്ന്. ഗ്രാൻഡ് മദർ വാസ് വെയിറ്റിംഗ് ഫോർ മീ. എനിക്ക് വേണ്ടി ഗ്രാൻഡ് മദർ വെയിറ്റ് ചെയ്യുകയായിരുന്നു. Then she came out and called aloud for me. എന്നെ ഒരുപാട് ഉച്ചത്തിൽ എന്നെ വിളിച്ചു, പക്ഷേ ഞാൻ കേൾക്കാത്തതായി നടിച്ചു. Somewhere in the garden. ഗാർഡനിലൊക്കെ അവർ നോക്കി, പക്ഷേ രാജേനെ അവരാരും കണ്ടില്ല. ഗ്രാൻഡ് ഫാദർ സെഡ്, ഹീ ഈസ് ഹിഡിങ് സംവെയർ. അവൻ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയായിരിക്കാം. ഹീ ഈസ് നോട്ട് ഇൻ ദ ഹൗസ്. അവൻ ഇനി ഒരിക്കലും വീട്ടിൽ വരില്ല. ഗ്രാൻഡ് മദർ സെഡ്. ഗ്രാൻഡ് മദറാണ് പറഞ്ഞത്. ഐ ലുക്ക്ഡ് ഫോർ ഹിം എവരിവെയർ. എനിക്ക് തോന്നുന്നു അവൻ എവിടെയെങ്കിലും കാണുമെന്ന്. ഓക്കെ, ഞാൻ ഇത്ര പോർഷനാണ് ഇന്ന് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി പോർഷൻ അടുത്ത ക്ലാസ്സിലെടുക്കാം. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവർ ഒന്നും കൂടി റിവൈസ് ചെയ്ത് കേട്ട് നോക്കുക. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക. താങ്ക് യു.